ഇതാ ഇവിടെ ഒരു ട്യൂബുണ്ട്, ഇത് കൂടെ മോട്ടർ അടിച്ച വെള്ളം വരും. അപ്പൊ അത് ഞാൻ അറിയാതെ ഇവിടെ ഒന്ന് സാധനം കഴുകിയത് പുറത്തൊക്കെ മോട്ടർ അടിച്ചു. ഇന്ന് എനിക്ക് സ്കൂളില്ല. സംഭവം എന്താ വെച്ചാൽ നമ്മുടെ സ്കൂളിലാണ് ഇലക്ഷൻ ഡ്യൂട്ടി. അപ്പോൾ ഇന്ന് എനിക്ക് ലീവാണ്. അപ്പോൾ ഞാനിപ്പോൾ നീച്ച് വരുന്ന മൈൻഡ് ചോദിച്ചല്ല, ഞാൻ പല്ല് വെച്ചിട്ടുണ്ട് സംഭവം. പിന്നെ പഠിച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും കൂടി ഒരു പണി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വീട്ടിൽ സാധാരണ എടുക്കുന്ന പണി തന്നെയാണ്, നമുക്ക് ആ പണിക്ക് പോവാം അല്ലേ. ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഓപ്പൺ ടെറസ്. അപ്പോൾ ഇവിടുന്നാണ് റൂഫ് ടോപ്പിക്ക് പോവാനുള്ള സ്റ്റെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. അമ്മേൻ്റെ അച്ഛൻ്റെ ഒക്കെ കയ്യിലുള്ള ആയുധങ്ങൾ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാകും അല്ലേ. സംഭവം എന്താ വെച്ചാൽ നമ്മുടെ ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കണ്ട, അത്രേ ഉള്ളൂ. ഇതാ എല്ലാവരും പണി ആയുധങ്ങൾ നേരാക്കാണ്. ഇതാ കുഞ്ഞൂസിൻ്റെ കോലെടുത്തിട്ടാണ് അവിടെ സാധനമൊക്കെ ഉണ്ടാക്കണേ. അവിടെ പന്തലിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ എല്ലാവരും വായോ, നമുക്കിന്ന് റൂഫ് ടോപ്പിലേക്ക് പോകാം. റൂഫ് ടോപ്പിലേക്ക് പോകുന്ന സ്റ്റെയർ കേസ് ഇത്തിരി പെശകാണേ. അപ്പം ഗേസ്, ഇതാണ് നമ്മുടെ ഒരു ഔട്ട്ഡോർ ലുക്ക്. ഫസ്റ്റ് നിങ്ങൾ കണ്ട എന്താണ്, നമ്മുടെ അട്ടപ്പാടി ചുരമാണ്. അമ്മ അതിന് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് അതറിയാം, നമ്മുടെ സ്വന്തം അട്ടപ്പാടി ചുരമാണ്. അപ്പം ഞങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കയറി വരാനുള്ളൂ. എപ്പോഴെങ്കിലും എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ കയറാൻ അങ്ങനെ അയക്കത്തില്ല. അപ്പോൾ വന്നപ്പോൾ തന്നെ വെളിച്ചം പറയും, ഞാൻ എന്നും വൈകുന്നേരം ഇങ്ങനെ വരുന്നു. നല്ല വെയിലാണ് ഗൈസ്. ഞാൻ സത്യം പറഞ്ഞാൽ സൺസ്ക്രീം ഇടണമെന്നൊക്കെ കരുതിയതാണ്. സൺസ്ക്രീം ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പം ടാങ്കിൽ ഇറങ്ങാൻ പോകണം, ഞാൻ എന്തിനാണ് സൺസ്ക്രീം ഇട്ടിട്ട് വലിയ കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സൺസ്ക്രീം ഇടാത്തത്. അപ്പോൾ അച്ഛൻ കയറിയിട്ട് ഒന്ന് ജസ്റ്റ് അവിടെ ഫുള്ളൊന്ന് സ്ക്രബ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്ക്രബ് ചെയ്യുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ അവിടെ ഒന്ന് സ്ക്രബ് ചെയ്യാമെന്ന് വിചാരിച്ചു അച്ഛൻ. എന്നിട്ട് ഗൈസ്, അങ്ങനെ വീരശൂരപരാക്രമം ഞാൻ കയറാൻ പോവാണ്. ഞാൻ എന്താ പറയുക, ഇത്ര സന്തോഷം. ഞാൻ കയറുമ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. ഈ കയറുന്ന ഉന്മേഷം ഒന്നല്ലടാ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. എനിക്ക് എൻ്റെ ഡ്രസ്സ് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നല്ല കാറ്റാണ് അവിടെ. പിന്നെ ഞാനത് കണ്ടപ്പോൾ എൻ്റെ മക്കളെ ഒടുക്കത്തെ ചളി. ഞങ്ങൾ ഇത്രയും ദിവസം കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം ഇതാണോ, ആ വെള്ളം പോകണുണ്ടോ, നല്ല വെള്ളം എന്ന് എല്ലാവരും വിചാരിക്കും. ഞാനവിടെ ഇരുന്നിട്ട് എൻ്റെ തല ഫുള്ള് വെള്ളമാടാ. ഞാൻ അവിടെ നല്ല ഉരക്കില്ലേന്നു. അപ്പം ഗീസ്, ഇനി കാണാൻ പോണേ ഞാൻ ഉരയ്ക്കുന്ന പരിപാടിയാണ്. എൻ്റെ അമ്മോ എന്താ ചളി. ഇങ്ങനെ ഉരച്ചെൻ്റെ കൈ ഇത് ഞാൻ രണ്ടെണ്ണം മാറി മാറി ഉരയ്ക്കാണ്, പക്ഷെ ഒരു വശം കിട്ടണില്ല. കണ്ടോ നല്ല ചളി നോക്ക്, നല്ല ചോക്ലേറ്റ് വെള്ളം പാരി പോണു, ഇത്രയ്ക്ക് ചോക്ലേറ്റ്. പിന്നെ ഞാൻ സ്ക്രബ് ചെയ്തിട്ട് ഫസ്റ്റ് വെള്ളം ഒഴിച്ച് കളഞ്ഞു, എന്നിട്ട് വീണ്ടും ഫില്ല് ചെയ്തിട്ട് ഇനിയും ആ ചളി ഇത് ഹാഫായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നടുക്കത്തെ വീഡിയോ ആണ്. എന്താ വെച്ചാൽ നമുക്ക് എല്ലാം കൂടി ഇട്ടാൽ വലിയൊരു വീഡിയോ നമ്മളെ ഒരു കറക്റ്റ് ആവത്തില്ല. അപ്പോൾ നല്ല പോലെ വെള്ളമൊക്കെ നല്ല ഉണ്ടായിരുന്നു, നല്ല ചളിയായിരുന്നു കേട്ടോ വെള്ളത്തിന്. അപ്പോൾ നമ്മൾ വെള്ളം കൊടുത്തു എനിക്ക്. അപ്പം ഗെയ്സ്, ഈ വലിയച്ഛനും അമ്മയും കൂടി ഉണ്ടാക്കിയ നാരങ്ങ വെള്ളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അച്ഛൻ പിന്നെ ക്രീം നേരെ കളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, നാരങ്ങ തരൂല എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ അടുത്ത് കളി നടക്കൂലല്ലോ, ഞാനങ്ങോട്ട് വാങ്ങിച്ചു. എൻ്റെ നാരങ്ങളാരെ അച്ഛ എൻ്റെ നാരങ്ങളാ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ച് കുടിച്ചു. അപ്പോഴത്തേക്കിലും അടിയുന്നേ എനിക്ക് വിശക്കണോ വെള്ളം തായോ. അപ്പോൾ ഓന് കൊടുത്തു. ഇതാണടാ നമ്മുടെ ലുക്ക്. ഓരോരോ സമയമാകുമ്പോഴും ഓരോരോ ചേഞ്ചസാണ് നമ്മുടെ ഈ ഒരു ഐറ്റം കേട്ടോ. ഞങ്ങളുടെ ഈ ടാങ്ക് വൃത്തിയാക്കൽ വാട്ടർ ടാങ്ക് വൃത്തിയാക്കൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ അപ്പൂസ് പറഞ്ഞു തരും. ഓക്കെ. അപ്പം ഗെയ്സ്, നിങ്ങൾ ഫസ്റ്റ് തൊട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാണ്ടോ ഇതിൻ്റെ ഒരു ക്ലീൻനെസ് നോക്ക്. അടിക്ക് അങ്ങനെ ഇങ്ങനെ നോക്കണ്ട കേട്ടോ. എന്താ വെച്ചാൽ അടി അത്രയ്ക്കാണ് എന്നോട് വഹിക്കുന്നവരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ടാങ്ക് വൃത്തിയാക്കാണ്ട് നിങ്ങളെ കൊള്ളുള്ളൂ പറഞ്ഞിട്ട് വിളിച്ചാൽ സത്യം പറഞ്ഞാൽ പോവരുത്. അത്യാവശ്യം നല്ല പണി പാടും കേട്ടോ. ഞാൻ കണ്ടോ ഫുള്ള് നനഞ്ഞ് കുളിച്ച് നിൽക്കുകയാണ്. പിന്നെ ഞാൻ വീണ്ടും പറയാണ്, ഇനിയും കൂടി പറ്റുന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എനിക്കിപ്പോൾ പറയാനൊന്നുമില്ല. എന്താ വെച്ചാൽ നല്ല ക്ഷീണിച്ചിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫുള്ള് നിലം തുടച്ചിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ വീരശൂര പരാക്രമി ഇറങ്ങാൻ പോവാണ്. അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ. ഇറങ്ങാൻ നേരത്തെ എൻ്റെ കഴുത്തിൻ്റെ അവിടെ വരെ ടാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അമ്മയുടെ അച്ഛനത്ത് ഫസ്റ്റ് പറഞ്ഞാണ് എനിക്ക് ആ ബക്കറ്റ് കഴിഞ്ഞാൽ അതിൽ ചവിട്ടിക്കോളാന്ന്.
അപ്പം അമ്മ പറഞ്ഞു ബക്കറ്റിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് അച്ഛൻ പറഞ്ഞു ആ ബക്കറ്റ് വെള്ളം തൂത്തിട്ട് ഇങ്ങോട്ട് താഴാറുന്നു. എന്നിട്ട് തന്നു, ബക്കറ്റ് ഒഴിച്ചു. 1 2 3 സ്റ്റാർട്ട്. അപ്പം ഗേസ് ബക്കറ്റ് വെച്ച് ഞാനങ്ങനെ കയറാൻ ശ്രമിക്കാം. അച്ഛൻ ഒരു ചാടില്ല ചാടിയല്ലോ, ആ ചാടി കൊല്ലും എന്നാണ് ചാടി ഗേസ്. അപ്പം ഗേസ് ചാടി ചാടി തിരിഞ്ഞ് നമ്മുടെ സ്ഥലത്തണ വരെ എനിക്ക് തിരിയണം. ഞാൻ എന്ത് സംഭവം കീഴടക്കിയമാരെയെന്ന് എനിക്ക് ഓക്കെ എന്നൊക്കെ പറയും. അപ്പം ഗേസ് നമ്മൾ ജയിച്ചു. അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല സന്തോഷം ഞാൻ ഇറങ്ങിയപ്പോഴേ. അപ്പം ഗേസ് ഞാനങ്ങനെ ഇറങ്ങാൻ പോവാണ്. എനിക്ക് നല്ല സന്തോഷമുണ്ട്, നല്ല കാറ്റടിക്ക്, തണുക്കുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. എൻ്റെ മുടി കണ്ടാൽ തന്നെ മനസ്സിലാവില്ല നിങ്ങൾക്ക്. നല്ല കാറ്റുണ്ടോ, കാറ്റിന്റെ പവറാണ്. അച്ഛൻ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് അതിൽ കയറാനുള്ള ധൈര്യം ഉണ്ട്. അത് ഞാൻ എന്തായാലും സത്യം പോലെ പറയണം. അച്ഛല്ലെങ്കിൽ എനിക്ക് അതിൽ കയറാൻ ധൈര്യം ഉണ്ടാവില്ല. അച്ഛന് ഒരു അത് പറയണം, അച്ഛന് ചുറ്റോട്ടൊന്നും തന്നെ മാറിയിട്ടില്ല. ആ കുഞ്ഞുവിനെ ഇറക്കണം അച്ഛൻ അവിടെ നിന്നിട്ട് അമ്മേനെ വിളിച്ചിട്ടാണ് ചെയ്തത്. ഇത് ചെയ്യാനുള്ള ധൈര്യം ഫുള്ള് തന്നതിൻ്റെ അച്ഛനാണ്. അച്ഛനെ അവിടെ നിന്ന് ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നത്. അച്ഛൻ ചെരുപ്പൊന്നും കുറേ നേരം നിന്നു. അച്ഛൻ്റെ കൊണ്ടാണ് ഞാൻ കയറിയത്. പിന്നെ അതിനോട് കയറാൻ ഹെൽപ്പ് ചെയ്ത് എൻ്റെ അച്ഛനാണ്. അച്ഛൻ ആ ബക്കറ്റ് ഞാൻ എങ്ങനെ വെച്ചാൽ എടുത്തോളാം, ഓള് കയറുന്ന എനിക്ക് നല്ല സന്തോഷമായി. പിന്നെ ഫസ്റ്റ് ആയ ടൈമാണ് ഞാൻ ഒരു വലിയ ബിൽഡപ്പ് ഇറക്കിയിട്ടാണ്. അപ്പോൾ ഗൈസ് ബൈ. അപ്പോൾ എന്താ ഞാൻ കുറച്ച് കോപ്രായത്തരങ്ങളൊക്കെ കാട്ടുന്നുണ്ട്. അപ്പം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.